मोदी जी स्टेज पे जरा डांस कर दीजिए, हम वोट देंगे, डांस शुरू हो जाएगा। वो भरतनाट्यम करना शुरू कर देंगे स्टेज पे। वो तो ड्रामा करती है। ഊക്ക് എന്നൊക്കെ പറഞ്ഞാൽ എജ്ജാതി ഊക്കാന്ന് പറയും. അതായത് വോട്ട് തരാമെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി സ്റ്റേജിൽ നിന്ന് ഭരതനാട്യം വരെ കളിക്കുന്നതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇത് പറയാൻ പല കാരണങ്ങളുണ്ടായിരുന്നു. അതാണ് ഏറ്റവും കോമഡി ആയി തോന്നിയത്. അതായത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് വോട്ട് കൊടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് മാത്രം മതി, ഈ പാവപ്പെട്ട ജനങ്ങളുടെ കയ്യിൽ നിന്ന് വോട്ട് മാത്രം മതി, ആ വോട്ട് വേണമെങ്കിൽ നിങ്ങളൊന്ന് ഡാൻസ് കളിച്ചേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസ് അപ്പം ഭരതനാട്യം നമ്മുടെ പ്രധാനമന്ത്രി കളിക്കും. ഇങ്ങനെ പല പരിപാടികളും കാണിച്ചിട്ട് പല ഗോഷ്ഠികളും കാണിച്ചിട്ട് വോട്ട് കട്ടിട്ടും അതല്ലാത്ത പല തിരിമറികളും നടന്നിട്ടാണ് ഈ പറഞ്ഞ പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് ഇപ്പം നിൽക്കുന്നത് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇമ്മാതിരി ഊക്ക് വാങ്ങാനായിട്ട് ഇയാൾ ഇങ്ങനെ പല പല സ്റ്റേജുകളിൽ കയറി ഇറങ്ങുന്നത് എന്നുള്ളതും അതിൻ്റെ സത്യമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ബീഹാർ റാലിയുടെ ഭാഗമായിട്ട് മഹാഗഠബന്ധന്റെ അല്ലെങ്കിൽ മഹാസഖ്യത്തിന്റെ ഭാഗമായിട്ട് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ബീഹാറിലെ നളന്തയിൽ പ്രസംഗിച്ച പ്രസംഗത്തിന്റെ ഭാഗമാണ് നമ്മൾ ആദ്യം കണ്ടത്. അവിടെയാണ് പ്രധാനമന്ത്രിനെ പറ്റിയിട്ട് രാഹുൽ ഗാന്ധി വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്കൊക്കെ തന്നത്. അതിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. मोदी जी कहते हैं मैं जाके यमुना में स्नान करूंगा, छठ पूजा का टाइम है। कहा नहीं कहा, आपको दिखाने के लिए ड्रामा। मैंने पिछली मीटिंग में कहा देखो भैया, चुनाव से पहले आप मोदी जी से कुछ भी करवाना चाहते हो करवा सकते हो। अगली मीटिंग में आएंगे, भीड़ से कोई कहेगा, एक आदमी नहीं, अगर भीड़ से 200 लोगों ने कहा मोदी जी स्टेज पे जरा डांस कर दीजिए, हम वोट देंगे, डांस शुरू हो जाएगा। वो भरतनाट्यम करना शुरू कर देंगे स्टेज पे। അതായത് നമ്മുടെ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിൽ യമുനയിൽ മുങ്ങി കുളിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും രോഗങ്ങൾ വരും, അല്ലെങ്കിൽ ചത്തുപോകും. അത്രയേ ഉള്ളൂ. അത്രയും വൃത്തികെട്ട വെള്ളമാണ് യമുനയിൽ എന്നുള്ളത് അറിയാം. അപ്പൊ ഈ ചാട്ട് പൂജയുടെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി എങ്ങാനും വന്ന് കുളിച്ചാലോ എന്നുള്ളൊരു ധാരണ ഉള്ളത് കൊണ്ട് നമ്മുടെ രേഖാജി, അതായത് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത എന്ത് ചെയ്തു, തൊട്ടടുത്ത് യമുനയുടെ തൊട്ടപ്പുറത്ത് ഒരു കുളം കുത്തി, അല്ലെങ്കിൽ ഒരു കുളം കുത്തി അങ്ങോട്ട് ഗംഗയിലത്തെ ഫിൽട്ടർ ചെയ്ത വെള്ളം പൈപ്പ് വഴി കൊണ്ട് ഒഴുക്കി. ഈ വെള്ളത്തിൽ പ്രധാനമന്ത്രിക്ക് കുളിക്കാമെങ്കിൽ അപ്പുറത്തെ എന്താ പറയുക ചളിവെള്ളത്തിൽ ജനങ്ങളും കുളിച്ചോട്ടെ എന്ന് തീരുമാനിച്ച രാഷ്ട്രീയമാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം. പ്രധാനമന്ത്രിക്ക് ഫിൽറ്റേർഡ് വാട്ടറും ജനങ്ങൾക്ക് അപ്പി വെള്ളം അല്ലെങ്കിൽ തീട്ട വെള്ളം എന്ന് വേണമെങ്കിൽ പറയാം, ഈ വെള്ളത്തിൽ കുളിച്ചാൽ മതി എന്ന് തീരുമാനിച്ച ഇത്തരത്തിൽ ആളുകളെ പറ്റിക്കുന്നതാണോ ഈ രാഷ്ട്രീയം? ഇതാണോ നമ്മുടെ പ്രധാനമന്ത്രി എന്ന് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പ്രധാനമന്ത്രി കൊടുത്തതാണ് ഏറ്റവും വലിയ കോമഡി. അതാണ് ഇയാളൊരു കോമാളി എന്ന ആളുകൾ പറയാനുള്ള കാരണം. കേക്ക്. आप मुझे बताइए, क्या कोई कभी चुनाव में वोट पाने के लिए छठी मैया का अपमान कर सकता है क्या? क्या ऐसा अपमान बिहार सहन करेगा क्या? क्या ऐसा अपमान हिंदुस्तान सहन करेगा क्या? क्या मेरी माताएं जो निर्जला उपवास करती है, क्या वो सहन करेगी क्या? आरजेडी कांग्रेस के लिए कैसी बेशर्मी से बोल रहे हैं। उनके लिए तो छठी मैया की पूजा एक ड्रामा है, नौटंकी है। आप उनकी बातों से सहमत है क्या? ऐसे लोगों को सजा दोगे कि नहीं दोगे? जो माताएं बहनें निर्जला इतना लंबा व्रत रखती है, जो गंगा जी में खड़ी होकर सूर्य देव को अर्घ्य देती है, वो आरजेडी कांग्रेस की नजर में वो तो ड्रामा करती है। क्या बिहार की माताएं बहनें, सारी माताएं बहनें मुझे जवाब दीजिए, क्या बिहार की माताएं बहनें छठी मैया का ये अपमान बर्दाश्त करेगी क्या? साथियों, ये हर उस व्यक्ति का अपमान है जो छठी मैया में श्रद्धा रखता है। और मैं जानता हूं छठ पूजा के इस अपमान को बिहार चुनाव नहीं, आने वाले सैकड़ों साल तक भूलने वाला
नहीं है। मैं छठी मैया की भक्ति को समझता हूं और इसलिए कहता हूं, सैकड़ों साल तक इस अपमान को छठी मैया की पूजा करने वाला कोई नहीं भूलेगा। साथियों, ये हमारा बिहार तो स्वाभिमान की धरती है। जिन लोगों ने छठ पूजा को गाली देने का काम किया है, बिहार ऐसे लोगों को कभी माफ नहीं करेगा। साथियों, बिहार का गौरव और बढ़ाना, बिहार की मीठी बोली, बिहार की संस्कृति, इसे दुनिया के कोने कोने में ले जाना, बिहार का विकास करना एनडीए भाजपा की ये सबसे बड़ी प्राथमिकता है। വല്ലതും മനസ്സിലായോ? അതായത് ബീഹാറിലെ ജനങ്ങളെ നമ്മുടെ ശക്തി ദേവിയെ, അതായത് ഈ ഛഠ് പൂജയുടെ ഭാഗമായിട്ട് ദേവിനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ ശക്തി ദേവിനെ അപമാനിച്ചു കഴിഞ്ഞാൽ ബീഹാറിലെ ജനങ്ങൾ വെറുതെ നിൽക്കുവോക്യാ? അതല്ലെങ്കിൽ ഹിന്ദുസ്ഥാനിലെ ജനങ്ങൾ വെറുതെ നിൽക്കുവോക്യാ? നിൽക്കൂല. രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണ്? അവിടെ പ്രധാനമന്ത്രിക്ക് കുളിക്കാൻ കുത്തിയ കുളത്തിലെ വെള്ളത്തിന്റെ കാര്യവും തൊട്ടപ്പുറത്ത് പാവപ്പെട്ട ജനങ്ങൾക്ക് കുളിക്കാൻ ഉള്ള നദി, നമ്മുടെ യമുന നദിയുടെ തീട്ട വെള്ളത്തിന്റെ കാര്യം പറഞ്ഞപ്പം ഇവിടെ വന്നിട്ട് ഈ ജനങ്ങളെ പറ്റിക്കുന്ന ഇമ്മാതിരി പറ്റീര് വേറെ എവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് രാഹുൽ ഗാന്ധി ശക്തി ദേവിനെ അല്ലെങ്കിൽ ശക്തി മായനെ അപമാനിച്ചു എന്ന്. ആരപമാനിച്ചു എന്ന്? എടോ, താനൊക്കെ കുളിക്കാൻ കുത്തിയ കുളത്തിന്റെ കാര്യമാണ് അവിടെ പറഞ്ഞത്. അതിനെ അവിടേക്ക് ഭക്തി കൊണ്ടുവന്ന്, അവിടേക്ക് വർഗീയത കൊണ്ടുവന്ന്, അതല്ലെങ്കിൽ ഹിന്ദു ദൈവങ്ങളെ രാഹുൽ ഗാന്ധി എതിർക്കുന്നു, അല്ലെങ്കിൽ നശിപ്പിക്കുന്നു, അതല്ലെങ്കിൽ അപമാനിക്കുന്നു എന്ന് പറഞ്ഞ പച്ചക്കളവ് അവിടെ കൊണ്ടുവന്നിട്ട് ആ പാവപ്പെട്ട ജനങ്ങളുടെ മനസ്സിലോട്ട് അന്ധഭക്തം കയറ്റിവിടുന്ന ആളാണ് നമ്മുടെ നാട്ടിലെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ഇമ്മാതിരി ഊളത്തരം പറഞ്ഞിട്ട് അത് കേട്ട് കൈയടിക്കുന്ന അവിടുത്തെ ഊളകൾ എത്ര വലിയ ഊളകളായിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ആളുകളെ, ഈ പാവപ്പെട്ട സംഘികളെ നമ്മുടെ പ്രധാനമന്ത്രി അടക്കം ബാക്കിയുള്ള സകല കുറുവടി കൂട്ടങ്ങളും പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ആവശ്യമില്ലാത്തടുത്ത് ഒരു സാരും 10 പറഞ്ഞാൽ ആ കുളം കുത്തിയതിനുള്ള ന്യായീകരണം പറയാം, അതല്ലെങ്കിൽ അവിടുത്തെ ഈ പറഞ്ഞ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ആ ഒരു നദിയിലെ വെള്ളത്തിന്റെ ന്യായം പറയുന്നതിന് പകരം അവിടെ ഭക്തി കുത്തിക്കയറ്റാൻ തലയിൽ കുത്തിച്ചത് ആദ്യമായിട്ടല്ല. ഇത്രയും കാലം ഈ ഭക്തി ഉള്ളിലോട്ട് കുത്തിക്കയറ്റിട്ടാണ് ഈ ഭക്തരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചത്. വല്ലാത്ത കഷ്ടം. ഇനി അത് മാത്രമല്ല, ഇവിടെ കൊണ്ടും തീരുന്നില്ല. ഇവിടെ വന്നിട്ട് അടുത്ത നമ്മുടെ സെക്കൻഡ് പൊസിഷനിലുള്ള ഡബിൾ എഞ്ചിന്റെ നമ്മുടെ സെക്കൻഡ് പൊസിഷനിൽ അമിട്ട് വന്ന് പൊട്ടിച്ച പൊട്ടിയിൽ ചെറുതൊന്നുമല്ല മക്കള്. അമിട്ട് വന്ന് പൊട്ടിച്ച കാര്യങ്ങൾ എന്താന്ന് കേട്ടു നോക്ക്. 550 साल से लेकर आज तक ये सारी पार्टियां, जदयू, कांग्रेस, ममता, बसपा, सपा, किसी ने राम मंदिर नहीं बनाने दिया। आपने हमारे गोपाल जी को 19 में चुनकर भेज दिया। मोदी जी प्रधानमंत्री बने और डंके की चोट पर अयोध्या में राम लल्ला का मंदिर बन गया. കണ്ടോ, ആദ്യം അമിട്ട് വന്ന് പൊട്ടിച്ചത് എന്താണ്? നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ ഭാരതത്തിൽ അയോധ്യ ക്ഷേത്രം നിങ്ങൾ ഉണ്ടാക്കി തന്നില്ലേ? ഇത്രയും കോടി മുടക്കിയിട്ട് ഇവിടെ ആരെങ്കിലും അയോധ്യ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു? പള്ളി പൊളിച്ച് നമ്മളവിടെ അയോധ്യ ക്ഷേത്രം വെച്ചില്ലേ? ഇതിൽ പരം എന്ത് വേണമെന്ന് ഈ ബീഹാറിലെ പട്ടിണി പാവങ്ങളോടാ ചോദിക്കുന്നത്. ഈ പാവങ്ങൾ ഭക്തി മൂത്ത് കൈയടിച്ചുകൊണ്ടിരിക്കുക വോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവറ്റുകളെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയോ? വീട്ടിലൊരു കക്കൂസ് ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയോ? ഈ ബീഹാരികൾ ഈ പറഞ്ഞ നമ്മുടെ നാട്ടിലും പല സ്ഥലങ്ങളിലും പോയിട്ട്, അതായത് ഏത് ജോലി ചെയ്യാനായിട്ട് അവരവിടെ ചെന്നിട്ട് അവിടെയുള്ള യുവത്വം മൊത്തം അവിടെ ഇല്ല ബീഹാറിൽ. കാരണം എന്താ? പട്ടിണിയാണ്. പട്ടിണി കിടന്നിട്ട് ചാവുകയാണ് അവിടെ കിടന്നിട്ട്. കൂലിയില്ല, ഒരു നല്ല ഇടാനുള്ള ഉടുക്കാനുള്ള വസ്ത്രമില്ല, വീടില്ല, കക്കൂസില്ല, ഒരു തേങ്ങയില്ല. എന്നിട്ട് ആകെ ഉള്ളത് എന്താണ്? ഒരു ഫോൺ ഉണ്ടാവും, ഇന്റർനെറ്റ് ഉണ്ട്, റീൽസ് കാണാൻ. അത് കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും ഒരു വ്യത്യാസമില്ല. അത് മാത്രം കൊടുത്ത് ഈ ആളുകൾ ഈ പറഞ്ഞ കേരളത്തിലും അവിടെയും ഇവിടെയൊക്കെ വന്നിട്ട് നല്ല പൈസക്ക് ജോലി ചെയ്ത് വീട് അവിടെ കുടുംബം പുലർത്തുന്നുണ്ട്. എന്നിട്ട് ഇയാളെ പോലെ തമിട്ടൊക്കെ അവിടെ പോയി പൊട്ടിക്കുന്ന പൊട്ടിയിരെന്താ? രാഷ്ട്രീയം പറയാനും അവിടെ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ പറയാനും ഒരു തേങ്ങയും ഒരു ഇല്ലാന്നാണ് അതിന്റെ സത്യം. അവിടെ പോയി ഞങ്ങൾ അയോധ്യ ഉണ്ടാക്കി തന്നില്ലേ? അയോധ്യ മാത്രമല്ല, ഞാൻ അടുത്തത് വേറെ വരുന്നുണ്ട്. जरा जोर से बोलो, बनना चाहिए का नहीं बनना चाहिए? 850 करोड़ रुपए से सीता मैया का भव्य मंदिर बनाने की नींव श्री नीतीश कुमार और मैंने डाली है. കണ്ടോ,
850 കോടി, ഇത്രയും പറയില്ല, 850 കോടി ആയിരിക്കില്ലേ? 850 കോടിക്ക് ഞങ്ങൾ സീതാദേവിക്ക് ഒരു ക്ഷേത്രം നിങ്ങൾക്ക് വെച്ച് തരാൻ പോവാണ്. ഇതിൽ പറയാൻ നിങ്ങൾക്ക് എന്ത് വേണം? ആഹ്ലാദിക്കുവിൻ. 3 നേരം പട്ടിണി കിടന്നാലും കക്കൂസ് അപ്പുറത്ത് വെളിപ്പുറത്താണെങ്കിലും സീതാദേവിയുടെ അമ്പലം വരുന്നുണ്ട്, ആഹ്ലാദിക്കുവിൻ. അപ്പുറത്ത് രാമന്റെ രാമക്ഷേത്രം ഉണ്ട്, ആഹ്ലാദിക്കുവിൻ. ഇനി അവിടെ കൊണ്ട് തീർന്നു നമ്മളായിരിക്കും, അവിടെ കൊണ്ടും തീരുന്നില്ല, അടുത്തത് വരുന്നുണ്ട്. यहाँ पर सीता माता का मंदिर भी बन रहा है। भाइयों बहनों, आप सभी बताओ मुझे जरा, ये कश्मीर जो है हमारा है या नहीं है? क्यों भाई, आवाज को क्या हो गया है? भाषण तो मैं दे रहा हूं, ये कश्मीर हमारा है या नहीं है? धारा 370 जानी चाहिए थी या नहीं जानी चाहिए थी? भाइयों बहनों, एक कांग्रेस पार्टी है, लालू एंड कंपनी, धारा 370 को 70 साल से बचाकर बैठी थी। मोदी जी ने धारा 370 को 5 अगस्त 2019 को हमेशा के लिए समाप्त। ആർട്ടിക്കിൾ 370 കാശ്മീരിൽ ഞങ്ങൾ എടുത്തു മാറ്റി. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് തരണം. എന്തെങ്കിലും ഒരു സാധനം, ഒരൊറ്റ ഐറ്റം ബീഹാറിൽ ചെയ്ത കാര്യത്തിൽ ഈ പറഞ്ഞ ഒരു വകകൾക്കും പറയാനില്ല. അത് പ്രധാനമന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രിയുടെ താഴത്ത് നിൽക്കുന്ന അമിട്ടാണെങ്കിലും ഒന്നും പറയാനില്ല. ഇത് മാത്രം പറയാനുണ്ട്. കുറെ വർഗീയത പറയും, ഇതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ ഞങ്ങൾ പള്ളി പൊളിച്ച കഥ പറയും, അമ്പലം വെച്ച കഥ പറയും, ഇനി അമ്പലം വെക്കാൻ പോകുന്ന കഥകളും പറയും. ഇതല്ലാണ്ട് ഒരു തരത്തിലുള്ള വികസനം പറയാനോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തില്ലേ ഞങ്ങൾ എന്ന് പറയാനോ ഇല്ല. കാരണം 20 വർഷമായിട്ട് പട്ടിണി പാവങ്ങളാണ് ഈ ബീഹാറിലുള്ളവർ. 20 വർഷമായിട്ട് നിതീഷ് കുമാർ ഭരിച്ച് മുടിച്ച സംസ്ഥാനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ സ്ഥലത്ത് പോയിട്ടാണ് ഇമ്മാതിരി പറഞ്ഞിട്ട് വോട്ട് മേടിക്കുന്നത്. ഇനിയെങ്കിലും ഇത് കാണുന്ന സംഘഭക്തരെ നിങ്ങളൊന്ന് ചിന്തിക്കുക. നാളെ കേരളത്തിൽ വന്നിട്ട് പ്രധാനമന്ത്രി പറയാം, ഞങ്ങളിവിടെ 10 ക്ഷേത്രങ്ങളോട് വെച്ചുതരാം, മതിയിലെ ഞങ്ങൾക്കെന്ന് വെച്ചാൽ നിങ്ങളെ നമ്മൾ തിരിഞ്ഞു നിൽക്കും. സംഖ്യകളല്ല കേട്ടോ, ആൾക്കാർ തിരിഞ്ഞു നിൽക്കും. എന്നാൽ നമുക്ക് ക്ഷേത്രങ്ങളോ പള്ളികളോ മസ്ജിദോ ഒന്നുമല്ല വേണ്ടത്, നമുക്ക് വികസനമാണ് വേണ്ടത്, അതിന് ബാക്കി കാര്യങ്ങളാണ് വേണ്ടത്. പക്ഷെ ഈ പാവപ്പെട്ട ജനങ്ങളിങ്ങനെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു വർഗം, ഒരു വൃത്തികെട്ട വർഗം, അതാണ് ഇപ്പോൾ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ രാഹുൽ ഗാന്ധി കൊടുത്ത മറുപടിയാണ് ഏറ്റവും നൈസായിട്ടുള്ള മറുപടി. വോട്ടിന് വേണ്ടിയിട്ട് എന്ത് ചെറ്റത്തരം വേണമെങ്കിലും അത് ചെയ്തിരിക്കും. അതിലൊരു കുറ്റം രാഹുൽ ഗാന്ധിനെ പറയേണ്ടതായിട്ടില്ല. രാഹുൽ ഗാന്ധിൻ്റെ ആ മൊത്തം പ്രസംഗത്തിൻ്റെ ഭാഗമുണ്ട്, നല്ല രസമാണ് കേൾക്കാൻ. ഒരാളെവിടെ പോയിട്ട് എന്ത് പ്രസംഗിക്കണം എന്നുള്ളത് വ്യക്തമായിട്ട്, ഒരു സ്ഥലത്ത് പോയിട്ട് എന്താണോ അവിടെ പറയുക, അവിടുത്തെ ജനങ്ങൾക്ക് എന്താണോ വേണ്ടത് അതവിടെ പറഞ്ഞാൽ മാത്രം അത് കൊടുക്കും കൂടെ വേണം. BJPന്റെ പ്രകടനപത്രിക എന്ത് വരുന്നുണ്ട്, അതിലുണ്ടാവും പല വാഗ്ദാനങ്ങളും ഉണ്ടാവും. കോടിക്കണക്കിലായിരിക്കും ഇനി ബീഹാറിനോട് തള്ളുന്നു പറഞ്ഞു. ഇതിനു മുമ്പ് തള്ളിയ കോടികൾ മൊത്തം അവിടെ ഓരോ ദിവസം ഓരോ പാലങ്ങളായിട്ട് പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്നും ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഏറ്റവും കൂടുതൽ പോവർട്ടി, ഏറ്റവും തൊഴിലില്ലായ്മ, ഏറ്റവും സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകൾ, സ്ത്രീകൾക്ക് തൊഴിലില്ലായ്മ, സ്ത്രീകളുടെ വേതനം, സ്ത്രീകളുടെ വീടുകളിൽ കിട്ടുന്ന പരിഗണന, അങ്ങനത്തെ പല കാര്യങ്ങളും ഒന്നുമില്ല. ലൈഫ്, അതായത് അവിടുത്തെ ആളുകളുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് എടുത്തിട്ട് 0. ഈ സ്ഥലത്ത് പോയിട്ടാണ് ഞങ്ങൾ രാമക്ഷേത്രം ഉണ്ടാക്കിയില്ലേ, സീതാക്ഷേത്രം ഉണ്ടാക്കാൻ പോവില്ലേ, ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞില്ലേ എന്നൊക്കെ പറയുന്ന നമ്മുടെ രാജ്യം ഭരിക്കുന്ന നേതാക്കന്മാരാ, ചെറുതൊന്നുമല്ല. ഇത്ര വലിയ ഊളകളെ നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ രാജ്യം. അതിലും രാഹുൽ ഗാന്ധിന്റെ ബാക്കി പ്രസംഗം കൂടെ ഒന്ന് കേട്ടു നോക്കുന്നു. ड्रामा किया और ड्रामा से हिंदुस्तान की सच्चाई दिखाई दी. ड्रामा क्या किया? एक तरफ यमुना, गंदा पानी, उसको किसी ने पी लिया या बीमार होगा या मरेगा. उसमें कोई अंदर नहीं जा सकता, इतना गंदा पानी है. अगर आप उसमें घुस गए आपको वहीं की वहीं बीमारी हो जाएगी, इन्फेक्शन हो जाएगा खाल पे. मगर मोदी जी ने ड्रामा किया, छोटा सा वहां पे तालाब बनाया. आपने देखा ना? ये है हिंदुस्तान. चुनाव के लिए आपको कुछ भी दिखा देंगे. देखो भैया, 56 इंच की छाती है, यमुना में मैं जाके स्नान कर रहा हूं, मुझे कोई बीमारी नहीं होती, मेरा डायरेक्ट ऊपर से कनेक्शन है, मैं भगवान से डायरेक्ट बात करता हूं, मुझे यमुना में कोई बीमारी नहीं होगी. और फिर पीछे से पाइप लगाया जाता है, साफ पानी उसमें डाला जाता है, और फिर वीडियो कैमरा हमारे जो मीडिया के मित्र दिखाएंगे, देखो नरेंद्र मोदी जी ने यमुना जी में स्नान किया. वो एक प्रॉब्लम आ गई, किसी ने फोटो ले ली पाइप की,
किसी ने पाइप की फोटो ले ली, मोदी जी कहते मैं तो नहीं जाऊंगा। मगर मैं आपको ये क्यों बता रहा हूं, क्योंकि दो हिंदुस्तान है। एक असली हिंदुस्तान यमुना जी वाला, बेरोजगारी का, भूख का, पेपर लीक का, वो वाला। और दूसरा नरेंद्र मोदी जी वाला, अंबानी का, अदानी का, चमकता हुआ हिंदुस्तान।